പറഞ്ഞു കഴിഞ്ഞാ വരുമോ ലോണിൽ ഇപ്പൊ വരുമോ? ലോല വരും. പിന്നെ നമ്മൾ വിളിച്ചാൽ വരായിരിക്കുമോ? ഒരുമാതിരി ആശാനെ കുത്തിരി എന്താ കിളി പിച്ചും പേയും പറയലായിരുന്നു. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ജോണിയപ്പാപ്പൻ്റെ അടുത്ത് പറഞ്ഞു വരും കേട്ടോ. അമ്മുക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വിളമ്പിക്കരുതേ ആച്ചാനെ. ഈ മാറിയിരുന്ന് മറ്റേ കുശുമ്പോ ഗുണമേന്മയും പറയണത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ജോണി മാമനില്ലേ ഇയാൾ ആട്ടുംതോരിട്ട ചന്നായി ആ ചെക്കനെ പെടുത്തിയത് ഇയാളാണ് ജോണി മാമൻ. എന്താണ് ഇഷ്ടപ്പെടുന്നില്ല, ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെക്കനെന്ന് ഉദ്ദേശിച്ചത് ആരെയാണോ? 80-ൽ ജനിച്ച ജോക്ക് ചെയ്യണോ? കേൾക്കില്ല, അവിടെ കേൾക്കൂല കേട്ടോ എന്റെ സൗണ്ട്. അല്ലെങ്കിൽ വേണ്ടിട്ട് വന്നതേ നല്ല രീതി കേൾക്കാം. കേട്ടോ. അതിന്റെ പേരെന്താ? വാസു. എന്റെ പേര് പരിന്തു വാസു. അത് മറക്കും എനിക്ക്. പക്ഷെ ഉറക്കത്തിൽ നിന്ന് എണ്ണിപ്പിച്ച് നിങ്ങൾ മുന്നേ നിന്നാലും ഗർവാസി സാക്ഷ എന്ന് പറഞ്ഞ് ചാടി കെട്ടിപ്പിടിക്കും. അതാണ് വാസുവിന്റെ കമ്മിറ്റ്മെന്റ്. അതല്ല അത്രേ ഉള്ളൂ വാസു. അതല്ല അത്രേ തീരെ ഇഷ്ടല്ലാട്ടാ. ഞാൻ ഒരു മിനിറ്റ് ആശാൻ ജെസ്സി കൂടെ വന്നേ. ആശാനെ അവിടെ പോരെ, താഴെ പോവും. എന്റെ സൗണ്ട് എടാ വാസുവേ, ഞാനൊരു കാര്യം പറയട്ടെ. ജോണി മാമനെ വിശ്വസിക്കരുതടാ. അയാളുണ്ടല്ല നടന്ന് കെടുത്തറക്കും. അയാളല്ല, അയാൾ ആട്ടുംതൂരിട്ട ചായ തന്നെ എത്ര പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ ജോക്കിനെ വേഗം പറഞ്ഞു തീർക്കട്ടെ, ഇല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് നിനക്ക് പറയാൻ പറ്റില്ല. ഈ ജോക്കിനെ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിലാക്കിയതല്ല അയാൾ തന്നെയാണടാ. ഞാനിപ്പോ ആശാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് പറയട്ടെ. പറ. ഇതാണ് ഞാൻ ഇത്ര നേരം കേട്ടത്. സത്യം പറഞ്ഞ ഞാൻ പറയാം. ഈ ജോണി മാമനെ വിശ്വസിക്കരുത്. അയാൾ ആട്ടും തോന്നിട്ട് ചന്നായിന്ന്. അയാളുണ്ടല്ല കൂടെ കൊണ്ടുവന്നിട്ട് അയാളെ പറ്റിക്കും. ആ ജോണിനെ അല്ല ജോക്കിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് ഇയാളാണ്. ഇയാൾ ഒറ്റൊരുത്തനാണ്. ആണല്ലേ? പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ അങ്ങോട്ട് ചെല്ലു. ജോണി ഇവരെന്ന് പറഞ്ഞ ഇപ്പം ഈ സിറ്റിയില് ഈ എല്ലാ ന്യൂസുകളും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ഇവര് സിറ്റിയിൽ ഒരു ന്യൂസ് റീഡേഴ്സ് ആണ് ഇപ്പൊ സിറ്റിയിലെ. അവരെ പ്രായതല്ലേ രണ്ടാളെയും. ഗർവാസാസിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 28. 20 വർഷം മുമ്പത്തെ കാര്യങ്ങളെ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കറക്റ്റ് എനിക്ക് 28 കറക്റ്റ്. എടാ നീയില്ലേ ആ കൺമണിയുടെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് 30 വയസ്സുണ്ട് അറിയാമോ? താര കൺമണി എലി അതിന്റെ ഇടക്ക് വന്നു പോയ 2-3 വേറെ നാണുണ്ടാടാ. എന്നിട്ട് 28 പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിട്ട്. എന്റെ ശരിക്കുള്ള പ്രായം ഇതൊക്കെ എന്റെ 24-ാമത്തെ വയസ്സിൽ നടന്ന കാര്യങ്ങളാണ്. മറ്റേ ചാക്ക് കീറിയിട്ട് പാന്റ് ഇട്ടിട്ട് നടക്കുന്നുണ്ടാണ്. ആ കൊടലെല്ലാം ഉന്തിട്ടതാ ഉള്ളോട്ടേക്ക്. എല്ലാം കണ്ടില്ലേ സ്ലിം ഫിറ്റ് ഇപ്പോഴും. ആ വയറ്റത്ത് കിട്ടിയിരിക്കുന്ന 1 കിലോ ചാക്ക് ഇറക്കി വെക്കുവോ? അത് ഇറക്കാൻ പറ്റില്ല. അതാണ് ഈ കുപ്പായത്തിന്റെ കൂടെ വരുന്നത്. അത് കൊടവയർ കാണാൻ കാരണം സാമാനം കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് ഫിറ്റ്നസ് ആണോ ഇങ്ങനെ കാണാൻ തോന്നുമ്പോ ഞാൻ ഉള്ളിലേക്ക് വലിക്കും. കാണാൻ തോന്നുമ്പോ ഉള്ളിലേക്ക് വലിക്കുന്നതാ. പിന്നല്ലാണ്ട് ഇപ്പോഴത്തെ പിള്ളേരെപ്പരെല്ലാം പിടിച്ചു നിക്കണ്ടേ നമുക്ക്. നമ്മുടെ കൂട്ടത്തില് പക്ഷെ ഈ ഒരു സെയിം ഇഷ്യൂ ചന്ദ്രബോസിന് ഫേസ് ചെയ്യേണ്ടി വന്നോണ്ട് അവൻ ജിമ്മിലൊക്കെ പോയി ഫിറ്റ്നസ് ഒക്കെ ആക്കി 6 പാക്ക് ആക്കി. എന്നിട്ടും സാധനം കാണുന്നില്ല. കാണും ഓനുണ്ടെങ്കിലല്ലേ കാണുന്നു. അതാണ് പ്രശ്നം. അതാണ് എനക്കങ്ങനല്ലട്ടാ. നീ അങ്ങനെ പറയല്ലേ. ഇതൊന്നും സംസാരിച്ച് മനസ്സിൽ വെക്കണം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് ഒരു ആണല്ല, അതൊരു പെണ്ണ, അതെന്റെ ചേച്ചിയാ. എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലത്തെ ഒരാളാണ്. ഞാനത് പറയാ നിങ്ങളുടെ അടുത്ത്. എനിക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത്. എന്താ ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കോ? ഹലോ കത്തിപ്പോയി മാറിക്കാനാ. കത്തിയാളടുത്ത് പെട്ടെന്ന് പറഞ്ഞില്ലേ കൂടുതൽ നാളും കത്തും. എടാ ഇത് വന്നടാ, ഞാൻ കുറച്ച് റഫായിട്ട് സംസാരിക്കോ. നീ എന്ത് പരിപാടിയല്ലോ നീ കാണിച്ചത്?
ജോക്കി നിന്റെ മുടിയുടെ കളർ അതാന്ന് പറഞ്ഞ് ജോക്കിക്ക് സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഹലോ, നിന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കണല്ലോ. ഞാൻ കാർ എടുത്തേ നീ പെണ്ണെ കയറി പിടിച്ചോ? പെണ്ണെ കയറി പിടിച്ചില്ല, തലോടിയോ? തലോടിയില്ല. പിന്നെ എന്തിനാണ് ആ പെണ്ണ ഒരു പിങ്ക് തലമുടിയോടൊപ്പം കയറി പിടിച്ചെന്നും പറഞ്ഞിട്ട് എന്റെ പേര് പറഞ്ഞു കൊടുത്തേ? ചെറുതായിട്ടുണ്ട്. എന്നെ കാണുമ്പോ ഒരുമാതിരി ചിരിച്ചിട്ട് ഇത് പറഞ്ഞാല് കറങ്ങി തിരിഞ്ഞ് ഈ പെണ്ണിന്റെ പേരിൽ എങ്ങനെയാ പിന്നെയാണ് നാട്ടുകാർ മൊത്തം പറയുന്നത് നിങ്ങളാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന്. കുട്ടിയെ പോത് ചെറുതായിട്ട് പോയി. അപ്പൊ എനിക്ക് കൂടെയുള്ള ആളെ മാത്രം ഉറപ്പുള്ളത് പണിയെടുക്കും. അതെ, നാളെ തൊട്ടേ പിങ്ക് തലമുടി വേണ്ട കേട്ടോ. ഐഡന്റിറ്റി കുഴപ്പമില്ല, നാളെ തൊട്ട് പിങ്ക് വേണ്ട. ഓറഞ്ച് സൈഡിൽ ചെറുതായിട്ട് പിങ്ക് അടിച്ച് കുഴപ്പമുണ്ടോ? ഓറഞ്ച് സൈഡിൽ ചെറുതായിട്ട് പിങ്ക് അടിച്ചോ. ഇത് പിന്നെ പിങ്ക് കൊണ്ട് കിടക്കണ്ട. ഇനി ഉണ്ടാവാൻ പാടില്ല കേട്ടോ, അറിയാലോ. എന്ത് ഗ്യാങ് നടത്തുന്നത് മാത്രം പറഞ്ഞ ഞാൻ കാര്യം പറയട്ടെ. നീ ഒഴിച്ച് ബാക്കി ഗ്യാങ്ങിലെ എല്ലാണോ പെണ്ണുങ്ങളുടെ കൂടെ? എന്ത് ചെയ്യാനാ? ഞാനതൊക്കെ ഒഴിവാക്കി ഗ്യാങ്ങിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് മെമ്പേഴ്സ് ഇങ്ങനെ തുടങ്ങി എനിക്ക് എന്ത് ചെയ്യാൻ? നമ്മളിവിടെ അഘോരാരം പണിയെടുക്കുന്ന സമയത്ത് ഇവന്മാര് മറ്റേ എവിടുന്നേലും ആരെങ്കിലും പറ്റിച്ചോ കൊന്നിട്ടോ ഒക്കെ ഗ്രാൻഡിങ് പണി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സമയം പെണ്ണുങ്ങളുടെ മലയിൽ കയറി കറക്കുവാ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ആവർത്തിക്കില്ല കേട്ടോ. മുടി ഈ ആശാൻ എന്തൊരു കുശു ഇങ്ങനെ പഴയതുപോലെ തന്നെ അതുകൊണ്ട് തലയിലിരിക്കുന്നത് അല്ലാണ്ട് കുഴക്കില്ല. ഹലോ പറഞ്ഞോ. ഒന്നുമില്ല. ഇങ്ങനെ കൊല കൊല്ല നിൽക്കാൻ പൊക്കൂടെ എവിടെ സംസാരിക്കാന്ന് പറഞ്ഞല്ലേ നമ്മ ഇങ്ങോട്ട് വന്നത്? അച്ഛനെ എങ്ങനെയുണ്ട്? അച്ഛനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. 7248. പിന്നെ മറ്റേ ഇവനെ ടോക്കി ഇവിടെ പെരുന്നാളിന് വരണം കേട്ടാ. നീ ഏത് പെരുന്നാളിന്? ഇവിടെ മുതുക്ക് പെരുന്നാൾ നടന്ന് അടുക്ക് കത്തിച്ചോക്കാൻ. അത് ഇത് കത്തിച്ച് വെച്ച ലൈറ്റ് ഒന്നും വേണ്ട. അങ്ങോട്ട് മാറി എന്നിട്ട് ഒരു മുടിയും വളർത്തിയിട്ടേ നിന്നാ മതി. യേശുവായിട്ടും ആരെ ഇത് വേണ്ട. കാരണം എന്ത് നടക്കുന്ന എന്തുവാ അതത്ര പോരാ അല്ലേ? അത്ര പോരല്ലേ? നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് അത്ര ഇതല്ലേ, ഭയങ്കര കിടലല്ലേ. ഞാൻ എന്താണെന്നറിയോ, ഞാൻ തിന്നുമായിരുന്നു. ഇതാ മീൻ പിടിക്കാൻ പോയിട്ട് വന്നോ തിരിച്ചു വന്ന്. ആശാനെ നമ്മുടെ കുടുംബത്തിൽ കുറെ പുതിയ പിള്ളേരൊക്കെ വന്നു, എല്ലാരെയും പരിചയമൊക്കെ പെട്ടായിരുന്നു ആശാൻ. ആരും കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ വന്നില്ല. എടാ നമ്മുടെ എല്ലാരും ഒന്ന് ബാക്കിലോട്ട്. നിങ്ങൾ എന്തെങ്കിലും പരിപാടിയിലാണോ? ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പൊ അത് ഡീൽ ചെയ്ത് കുഴപ്പമില്ല. എന്തിനാണ് കൊന്നത്? റീസൺ ഒന്ന് പറയോ? ഫ്രണ്ടിനെ കൊന്നാണോ? ഓക്കെ, കുഴപ്പമില്ല. ബ്ലൈൻഡ് ഓണർ MRC ഓണർ സത്യം. പുതിയ ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരിയാണ് MRCയുടെ ശരിക്കുള്ള ഓണർ. ആ 3 അക്ഷരത്തിന്റെ റൈറ്റ് ഇവർക്കും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനുമാണ് ഇപ്പൊ കറന്റ് ആ റൈറ്റ് ഉള്ളത്. MRCയുടെ റിയൽ ഓണർഷിപ്പ് പുള്ളിയുടെ കയ്യിലാണ്, പുള്ളിക്കാരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരന്റെ അതായത് അശ്വിനേട്ടന്റെ കയ്യിലും ജീന ചേച്ചിയാണ്. ഓ, രഹസ്യം പറയാണോ? ഓക്കെ ഓക്കെ. ഹീറ്റിംഗ് പീരീഡ് വല്ലതാണോ? ഇടക്കിടക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണേ. നിന്നോട് മാറിക്കാൻ പറഞ്ഞില്ല വാസു. പൊക്കോളാ. ജോണിയപ്പാപ്പനെ പറ്റി എന്തോ മൂഞ്ചിത്തരം പറയാനാണ് കേട്ടാ അത്. എന്നെ പിടിച്ച് അവിടെ മാറ്റി നിർത്തിട്ട് എന്റെ അടുത്ത് പറയാ. അതെ, എന്നെ പിടിച്ച് മാറ്റി നിർത്തിട്ട് പറയാ ഒരിക്കലും വിശ്വസിക്കരുത്, കണ്ണാടി വെച്ച കള്ളനാണെന്ന്. അത് ഞാൻ പണ്ട് ചെറുതായിട്ടൊന്ന് പറ്റിച്ചായിരുന്നു, അതിന്റെയാണ് അത് മനസ്സിൽ കിടപ്പുണ്ടോ ഇപ്പോഴും. എന്നുവെച്ചാ ഇപ്പോഴും എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാ ജോണിയപ്പാപ്പനാണ് ജോക്കി ഇട്ട് കൊടുത്തതെന്ന് അവിടെ. അല്ലല്ല, അത് ചുമ്മാ പറയുന്നത് ആണല്ലേ? പക്ഷെ ഞാനതിൽ കൺവിൻസ് ആയി പോയി. ഞാൻ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തില്ല. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഒന്ന് കോൾ എടുത്തോട്ടെ. ഹലോ, എല്ലാരും എന്നെ അവോയ്ഡ് ചെയ്ത് പോവാ.
എന്ത് പറ്റി അണ്ണ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്ത് പറ്റി അണ്ണാ? നമ്മളോട് പറയണ്ട എന്ത് പറ്റിണ്ട് അവർക്കൊക്കെ എന്തൊക്കെയോ ഒരു സംസാരിക്കാനുണ്ടടാ അതല്ല അണ്ണാ ഞാൻ പറഞ്ഞത് നമ്മളുണ്ട് പറയണ്ട എനിക്കങ്ങനെ ഒന്നും പറയാനില്ല എനിക്ക് പറയാനുണ്ട്. എന്നാ പറ. സിറ്റിയിൽ ഇപ്പം നടക്കാൻ പറ്റുന്നതാണ്. മന്ദാരം വരെ 2 ഗേൾഫ്രണ്ട് ഒക്കെ ആയി. സത്യം ഈ പെണ്ണ് വിഷയം നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഇല്ല, നമ്മള് മൂന്നുപേര് നമ്മള് നമ്മള് സിഗ്മയില് തന്നെ നമ്മൾക്ക് നിൽക്കുന്നിടത്തോളം കാലം ആ ഓറ ഉണ്ടല്ലോ, നമ്മള് സിഗ്മയിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ആ തലയുടെ ചുറ്റുമുള്ള ഓറ ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. മനസ്സിലായോ? അത്രേ ഉള്ളൂ. 3-4 പെമ്പിള്ളേരെ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആക്കിയവനാന്ന് പറയുന്നത് അഭിപ്രായം ചോദിച്ചാ താഴെ കുത്തിരി കുത്തിരി പണ്ടത്തെ അപ്പുകുട്ടി കിട്ടാത്തൊരു അമ്മുക്കുട്ടിയെ കിട്ടാത്തൊരു വിഷമം എന്റെ നെഞ്ചത്ത് തീർക്കല്ലേ. ഞാൻ പ്രേമിച്ച ഒറ്റ പെണ്ണേല്ലോ കുട്ടി, അല്ലാണ്ട് കുട്ടനെയും പോലെ കണ്ടത് വീട് വെച്ച് തേങ്ങി പ്രേമിച്ചിട്ടൊന്നുമില്ല. ഞാന് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അമ്മുക്കുട്ടി ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 1 വർഷം റിലേഷൻഷിപ്പിലുമായിരുന്നു. മനസ്സിലായ? അതെല്ലാം ഓള് ജീവിതത്തിൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നിമിഷങ്ങൾ അതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അത് എന്നോട് പറഞ്ഞിട്ടുണ്ടോള്. എന്ത് പറഞ്ഞിട്ടുണ്ട്? നിന്നെ കണ്ടതോളെ ജീവിതത്തിൽ നാശപ്പിച്ച സമയത്താണ്. ആണല്ലേ? എന്നോട് നിങ്ങളെ പറ്റി പറഞ്ഞേക്കാൻ എന്താണെന്നറിയോ? എന്നോട് പറഞ്ഞത് പറഞ്ഞാൽ ഒരു കുടുംബജീവിതമായിട്ട് മോനും മക്കളും ഭർത്താവുമായിട്ട് ജീവിക്കുന്നതിനിടയ്ക്ക് ഒരു എച്ചി എപ്പോഴും നക്കി വന്ന് ഇങ്ങനെ പുറകെ നടക്കുമായിരുന്നു. എന്താണ് എന്റെ അടുത്ത് നിങ്ങളെ പറ്റി പറഞ്ഞത്? അതെന്തായാലും ഞാൻ ചെയ്തിട്ടില്ല. വൺസ് എന്റെ കൈവിട്ട് പോയി കാറിലോ കൊണ്ടുപോയതിനു ശേഷം ഞാൻ പുറകെ പോയിട്ടില്ല. എന്നോട് ഇതുവരെ ഓൾ അങ്ങനെ പറഞ്ഞില്ല. ഓൾ എന്നോടൊന്ന് പറഞ്ഞാൽ ജന്മം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട് ഇതൊക്കെ കേക്കണം. അമ്മുക്കുട്ടി എന്റെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞതാണ്. ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പം ഈ ജന്മം പോയി, അടുത്ത ജന്മം വാസുവിന്റെ കൂടെ തന്നെ ആയിരിക്കും എന്റെ ജീവിതം. അണ്ണെന്ന് ആർക്കും ഓള് പറഞ്ഞിട്ടുണ്ടാവുക, പറയുന്നില്ല എന്നാ പറഞ്ഞത്. പിള്ളേരില്ലോട് ഞാൻ പറയുന്നില്ല. ആശാനെ ഞാനൊരു കാര്യം പറയട്ടെ, എങ്ങനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാർലോയുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കുന്ന സമയത്ത് എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ചിലപ്പോ പറഞ്ഞു പറ്റിച്ചതായിരിക്കാം. മനസ്സിലായ? ഓൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞു പറ്റിക്കുന്ന ഒരുത്തല്ല ഓള്. ഓളുണ്ടല്ല, ഓളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിറ്റിയിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരുത്തിയായിരുന്നു ഓള്. ഓളിപ്പോ പഠിക്കാൻ പോയിട്ടല്ലേ, ഓള് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ ഇവിടെ കാർലോ മോനും ഒക്കെ ഉണ്ട്. സന്തോഷിക്കണ എന്തിനാ? വേറെ ഓള് മക്കളെല്ലാം ഉണ്ട് ഓന്. കാർലോയ്ക്കാ? പെണ്ണ് കിട്ടിയായിരുന്നു. അത് ശരിയാട്ടാ. കിട്ടണ്ടേ? എന്റെ പേര് അപ്പുക്കുട്ടനല്ല, കിട്ടാണ്ടിക്കാൻ. ജോണിയപ്പ കാർലോക്ക് ഇപ്പൊ വേറെ പെണ്ണും കൊച്ചൊക്കെ ആയല്ലേ? അല്ല, അതൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ അമ്മക്കുട്ടി തിരിച്ചു വരുവാണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളത് ഞാനാണ്. അപ്പൊ ഏത് താര? നിങ്ങൾ കഴിഞ്ഞിട്ട് 5 വർഷമല്ലേ വന്നത്? നാട്ടിലൊരു പെണ്ണ്. എടാ നീ അങ്ങനെ ഓണ ബാക്കിൽ ഇനി പോയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള സകല പെമ്പിളറെ ഞാൻ ഇറക്കും. നീ ബാക്കിൽ നടന്നിട്ട് പിന്നെ ഞാൻ മറ്റേ വാക്ക് പറയുന്നില്ല ചെയ്ത പെമ്പിളറെ എല്ലാം എനിക്കറിയാം. ഒരു ഗ്യാങ്ങിന്റെ ലീഡറാണ് സംസാരിക്കുന്നത്. ആലോചിക്കണേ ധർമ്മദാശൻ. അതന്നെ ഞാൻ ഒലിപ്പിച്ചാണെങ്കിൽ അത് എലിയുടെ പുറകിൽ മാത്രമാണ്. അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബ്രേക്കപ്പ് പോയി. മനസ്സിലായോ? സിറ്റിയിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാത്ത ഇറക്കാനാണ് നമ്മുടെ ഇറക്കാൻ. ഏറ്റവും ലാസ്റ്റ് വന്ന് TKRP ആ സെർവർ കൂട്ടി അവനെ തള്ളക്കി വിളിച്ച് തിരിച്ച് ഇവിടെ വന്ന് പുതിയ സെർവർ പഴയ കഥ പറയണം. എന്റെ മൈൻഡ് ഒന്നും മാറ്റാൻ നിൽക്കണ്ട. പറ്റിയിട്ട് പക്ഷെ ഇവനെ പറ്റിയിട്ട് പറയുന്നത് പലതും കള്ളമാണെന്ന് ഞാൻ അറിഞ്ഞു. അത് ശരി, ഇപ്പൊ അങ്ങനെയായി. നിന്നെ പറ്റി പറഞ്ഞതോ ഇപ്പൊ ഒരു പെണ്ണിനെ പിടിച്ചിരുന്നു പറഞ്ഞതോ? നിങ്ങൾക്ക് എല്ലാവരും സൗണ്ട് വിട്ടുവിട്ടല്ലേ കേൾക്കുന്നേ? സൗണ്ടിനൊരു ഇതില്ലേ? എന്നാ നീ ശ്രദ്ധിച്ചോന്ന്. എനിക്ക് ഇനിയും വരുന്നുണ്ട്. തയ്ച്ചു വെച്ചിട്ടുണ്ട് ഒരാളുടെ 2 കൈയും കുത്തിക്കാത്ത ബാക്കിൽ ഇരിക്കുന്ന ഒരാളുടെ തയ്ച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ സമാധാനത്തോടൊക്കെ പോകുന്ന കണ്ടിട്ട് പിടിക്കുന്നില്ലല്ലേ? ആ കണക്കാ. സമാധാനമുള്ള ഒരാളാരെന്ന് അറിയാവാ, അത് ഞാനാ. ഇന്നൊരു സമാധാനം അറപ്പി കുറച്ചു നേരം നമുക്ക് ചുമ്മാ ഇവിടെ നിന്ന് ചെന്തയിലൊക്കെ സംസാരിച്ചിട്ട് പോകാൻ കേട്ടാ. പ്ലാൻ ഞാൻ ഇന്നത് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചാൽ കുറച്ചു നേരം നമുക്ക് ചുമ്മാ സംസാരിച്ചിട്ട് പോവാം.
വയസ്സാകാരം തൊട്ടോട്ട് നടക്കുന്ന കോര ഇവരുടെ കൂടെ 80s സെക്ഷനിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം എന്താണെന്ന് നോക്കാം. ഇതെല്ലാം പുതിയ പാഷനാണ്. എന്താ ഇതെല്ലാം അറിയണമെങ്കിൽ ഈ പ്രായത്തിൽ ഉണ്ടാവണം നിങ്ങൾക്ക് ഇതെല്ലാം. ഇതൊന്നും ഇല്ലാണ്ട് ഇതാ ഈ മറ്റേ ഈ പൂക്കള് ചർച്ച നമ്മളെ പ്രായത്തിലൊന്നും എത്താൻ വേണ്ടി നോക്കിയാലൊന്നും എത്തില്ല ഇങ്ങോട്ട്. കള്ളക്കളവാ. ആശാനെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ പറ മോനെ. ഇട്ടിട്ടുണ്ടോ? പിന്നില്ലാണ്ട് എന്തോ ആശം പെണ്ണ് കണ്ടിട്ടുണ്ടോ? കേട്ടില്ല. അല്ല ആശാൻ കമ്മലിട്ടുണ്ടോന്ന്? എന്നിട്ടാണ് എന്റെ കമ്മലിന്റെ കാര്യം ചോദിച്ചത് മുമ്പേ. ഇന്റെ വലിയ പാളക്കമ്മലല്ല, എനിക്ക് മുന്റെ മുഖത്തിനായി ചേരുന്നില്ല. എന്റെ മുഖത്തിന് നല്ലോണം ചേരുന്നു. നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. ആനയുടെ ചന്തയിൽ ഒരു ബക്കിൽ ഇട്ട പോലെ ഉണ്ട്. അടുക്കനാണോടാ? റിങ് എന്റെ റിങ് പോലത്തെ ആണ് കേട്ടോ എന്റെ. ഇത് മറ്റേ വെള്ളത്തിൽ വീടഞ്ഞാൽ ഓനെ മറ്റേ 2x2 ഉപയോഗിക്കാം. അടുത്ത കൗണ്ടർ വരട്ടെ. അതെ, ഇതാണ് എന്റെ അമ്പാൻ. ചിരി ഇപ്പോഴും ഉണ്ട്. ഇയാളെ എന്തിനാ എപ്പോഴും ബുക്ക് പിടിച്ചു നടക്കുന്നത്? അമ്പാൻ ഇതെന്റെ വക്കീലാണ്, ഇതെന്റെ വക്കീലാണ്. അത് ഏതോ ഒരാളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേ. ചിരിയോ നിർത്തടാ. തിരുവനന്തപുരത്തെ ചിരിക്കാന്ന് രണ്ട് ഈ വക്കീലിന്റെ ഉപകാരം എന്താണ് എന്ന് ചോദിച്ചു. ഗോഡ് ഫാദറിന്റെ കോമഡി നമ്മൾ പുതിയ പടം എടുക്കുന്നുണ്ട്, അതിന്റെ ലീഗൽ കാര്യങ്ങൾ പുള്ളിയാ ചെയ്യുന്നത്. ആണല്ലേ? എന്ത് പടം? പിന്നെ നമ്മള് മറ്റേ ഇവിടെ ഒരു എന്ത് പടമാണ് അന്ന് എന്റെ അടുത്ത് മുതുക്കി വെച്ച് പറഞ്ഞു? എന്തോ ഷെഡിയിൽ പൊട്ടിത്തെറിച്ച് എന്തോ അങ്ങനത്തെ സാധനല്ലേ? അറിയാതെ വന്നു പോയതാ. മറ്റേ ഇതാണ് കാട്ടുപൂച്ചന്റെ കഥ. കാട്ടുപൂച്ചയുടെ കഥയാ? നിങ്ങൾ നിൽക്കുന്നേ. ഓ ഇയാൾക്ക് ഇരുന്നില്ലെങ്കിൽ ഞാൻ പറയണത് ജോക്കി ഈ പുള്ളിയുടെ അടുത്താണ്. ഇങ്ങനെ ഇരിക്കാതെ എങ്ങനെയാണ് നമ്മൾ കാര്യം പറഞ്ഞേ? വക്കീല് ഇരിക്കത്തില്ലേ സൂട്ട് ഇട്ട് കഴിഞ്ഞാ? ഹലോ വാസണ എവിടെ? ഞാൻ ഗ്യാങ് ഹൗസിലുണ്ട്. വാസണ ഞാൻ കുറച്ച് ലീഡ്സ് ഒക്കെ തന്നായിരുന്നു. വാസണ എനിക്ക് റിവാർഡൊന്നും തന്നില്ല. നീ ഒരു 20 കോടി കൊണ്ടുപോയതല്ലടാ നീ. വാസണ ഞാൻ അതിനുള്ള ഇത് തന്നല്ലോ, ലീഡ് തന്നല്ലോ. ലീഡ് തന്നു, പക്ഷെ ഈ ലീഡ് നമ്മൾ ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ല. ഇത് പ്രസന്റ് ചെയ്തതിന് ശേഷം അല്ല, എനിക്ക് അവൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ ഗണ്ണ് നിങ്ങൾ വേണ്ടി പറഞ്ഞായിരുന്നല്ലോ, എത്ര വേണം എന്ന് ഞാൻ അത് എടുത്തു വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നോട് ചോദിച്ചായിരുന്നു. പിന്നെ വാസണ 2 ദിവസം സിറ്റിയില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു ഗണ്ണിന് എത്ര രൂപ അവൻ ചോദിക്കുന്നേ? അവന് ഒരു ഗണ്ണിന് 12 ഞാൻ പറഞ്ഞത് വെയിറ്റ്. എനിക്ക് പ്ലാൻ അങ്ങനെയല്ല വാസണ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ കയ്യിൽ എന്റെ അടുത്ത് ഒരു 100% ഡ്യൂറബിലിറ്റി ഉള്ള കണ്ണ് കൊണ്ടുപോകും. എന്നിട്ട് അവൻ കണ്ണ് തരുമ്പോഴത്തേക്ക് വാസണ എന്റെ അടുത്ത് ഒരു ട്രിക്ക് ചെയ്തില്ലേ, അതുപോലെ ഞാൻ ചെയ്യാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. അവന്റെ കണ്ണ് മാറ്റി എന്റെ ഇതിലിട്ടിട്ട് ഇൻവെന്ററിൽ ഇട്ടിട്ട് എന്റെ കണ്ണ് അവന്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് സീരിയൽ നമ്പർ. അതെ 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 അതെ. അങ്ങനെ വേണോ അതോ ഞാൻ വേറെ എങ്ങനെ സെറ്റ് ആക്കണം? അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഒരു ബോഡി ക്യാമും കൂടെ വെക്കാവോ നിന്റെ ദേഹത്ത്? ബോഡി ക്യാം എങ്ങനെ വെക്കാൻ പറ്റും? ബോഡി ക്യാം എന്താന്ന് നിനക്ക് മനസ്സിലായില്ല ഇതുവരെ? ഇല്ല. ബോഡി ക്യാം വെക്കുക, ഒരു ബോഡി ക്യാം മേടിച്ച് വെക്കുക. മേടിച്ച് വെച്ചിട്ട് ഇത് നീ അവന്റെ ഇത് മേടിക്കുന്ന ബോഡി ക്യാമിൽ റെക്കോർഡ് ചെയ്യണം. മനസ്സിലായ? റെക്കോർഡ് ചെയ്തിട്ട് നീ അത് എങ്ങനെങ്കിലും അത് എനിക്ക് കൊണ്ടുതാ. അത് കൊണ്ടു തന്നാ നീ വിചാരിക്കാത്ത ഒരു റിവാർഡ്. എനിക്ക് ഒരു മിനിറ്റ് ബാലൻസ് നോക്കിക്കോട്ടെടാ, ഒരു സെക്കൻഡ്. 10, 100,000, 10,000 lakh, 10 lakh crore, 10 crore, 100 crore, 1,000 crore, 10,000 crore. തൽക്കാലത്തേക്ക് ഒരു ഞാൻ അന്ന് തന്ന ലീഡിന് എങ്കിലും ഇത് എന്തായാലും ഇന്ന് ഞാൻ സെറ്റ് ആക്കി തരാം. ഇത് നീ കൊണ്ടു തന്ന എല്ലാം കൂടെ ചേർത്ത് കിടില് ഒരു സാധനം തരും. ഒരു 10 ജസ്റ്റ് ഒരു 10. ശരി, എന്നാ ഞാൻ ഇപ്പൊ തുടങ്ങാം പ്രോസസ്. ഓക്കെ. ലാസ്റ്റ് ഈ POV ഉറപ്പ് തരും. ഓരോ ആളായിട്ട് പിടിച്ചു തരാം. ആദ്യം ഈ സാധനം പറഞ്ഞുതരാം. ഞാൻ അണ്ണൻ ലീഡ് തന്ന ആളുടെ POV എടുത്തുതരാം. അതായത് പോടിക്കാൻ വേണ്ടി ഇട്ട് തരാം. അടുത്തത് അടുത്ത സെറ്റ് ആക്കി തരാം. ഇവൻ എന്നെ യൂസ് ചെയ്യുവാന്നൊരു സംശയമുണ്ട് കേട്ടോ എനിക്ക്. എന്തായിരുന്നു? വാലറ്റ്, സെൻഡ്, സെലക്ട് കോണ്ടാക്ട്, സൈബർ, യൂണിറ്റ് 10, 100,000, 10,000 lakh, 10 lakh crore, 10 crore. നെക്സ്റ്റ്
Done. നന്ദിയുണ്ട്. കിട്ടി. Cypher, you have a message. കിട്ടിയാണോ? കിട്ടി. Okay. നന്ദിയുണ്ടേ. It's ഓക്കെ. ഞാൻ എന്നാ പൊടിക്കാൻ വെച്ചിട്ട് സെറ്റാക്കി തരാം. okay. Sure. ഓക്കെ പക്ക. ഓക്കെ. പറഞ്ഞു പറ്റിക്കണം. I am sure. Thank you. I'm waiting you in 8229. You can come and see a crown symbol. I am sure it will be a visual treat. Okay. Coming. നമുക്ക് അവിടോട്ട് പോവാം. ജോക്കി ആശാനെ, ഇവിടെ സിറ്റിയിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഫുഡൊക്കെ ഉള്ള പുതിയ ഒരെണ്ണം. പോയി അവിടെ ഫുഡ് അടിച്ചിരുന്ന പേരറിഞ്ഞാലേ വരുള്ളൂ. തിന്നാൻ അകത്തോട്ട് തരുമ്പോ അങ്ങ് തിന്നാ മതി. അതല്ല ഈ ചെക്കനൊരു റെസ്റ്റോറന്റ് ഉണ്ട് ആർക്ക്? കോയി കഫേ കോയി കഫേ അല്ലേ ഇത്? വേറെ നമുക്ക് പോയി തിന്നിട്ട് വരാം. ഫുഡ് എന്തോ ഫുഡ് കേട്ടില്ല. നിന്റെ വകയാണോ ഫുഡ്? ഓ ഞാൻ കാശ് കൊടുത്തോളാം. അല്ലെ എപ്പോഴേലും കാശ് കൊടുക്കുന്ന പോലെയാണല്ലോ വർത്താനം. ഒരു കഞ്ഞി പോലും മേടിച്ചു തന്നിട്ടില്ല. 100 CR പോയി. 100 CR അല്ല പോയി. 100 അല്ല 10 പോയെ. 10 അല്ലേ പോയത്? ലൈവ് പോയിട്ട് യൂണിറ്റ് 10, 100,000, 10,000 lakh, 10 lakh crore, 10 crore. കള്ളന്മാരെ. Cafe, Mr. X, please call. സുബിനിലെ ആ. ഞാനില്ലേ സിനിമ എടുക്കുന്നുണ്ട്. ആ ഒരു കാട്ടുപൂച്ച പറഞ്ഞ കഥ. ആ അപ്പൊ അതില് നീയാണ് പ്രൊഡ്യൂസർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഓ അത് തീരുമാനിച്ചില്ല. ഞാൻ ഓർത്ത റോള് തരാന്നുള്ള സന്തോഷം കാര്യം വല്ലതും പറയാനായിരിക്കും. റോളുണ്ട്, മെയിൻ റോൾ എനിക്കാണ് കാട്ടുപൂച്ചന്റെ. കാട്ടുപൂച്ചയായിട്ട് പറഞ്ഞ ഞാൻ ഇനി. അതെ. ആ എനിക്ക് അതിന് വേണ്ടുന്ന ട്രെയിനിങ് എല്ലാം തരും. ഇനി പൂച്ച എന്ന് വന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത പേരും കൂടി എന്തൊക്കെ കാണണം. ഇപ്പൊ തന്നെ ആവശ്യമായിട്ടും ഉള്ള പേരുകളെല്ലാം എനിക്ക് പറ്റും. മനസ്സിലായ ഈ കാട്ടുപൂച്ചയൊക്കെ ആയിട്ട് ഞാൻ ഇനി ഇങ്ങനെ കുടുങ്ങി വരാം. പൂച്ച ആയിട്ടെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. അന്ന് പൂച്ച പണ്ടിറക്കണമല്ലേ? എത്ര ഉദ്ദേശിക്കുന്നത്? ബഡ്ജറ്റ് എത്രയാണ്? 30 CR ഒരു പടമൊക്കെ പിടിക്കാൻ പറ്റുമോ? പറ്റും. എന്തെങ്കിലും ഒന്ന് ആലോചിച്ചൊക്കെ. നിർമ്മാണം പിരാന്ത് ബാസ് അല്ല പരുന്ത് ബാസ്. നിർമ്മാണം ചെറുപ്പശക്കുള്ളവനവൻ. ആ ഒരു ഒറ്റ ക്രെഡിറ്റിന് വേണ്ടി എനിക്കൊരു സിംഗിൾ റോൾ എങ്കിലും തരണം സിനിമയിൽ. അല്ലെങ്കിൽ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാട്ടുപൂച്ചേണ്ടത് എഡിറ്റിംഗ് ഞാൻ ചെയ്തോളാം. എനിക്കറിയാം. കാട്ടുപൂച്ചയായിട്ടുള്ള വേണ്ട. കാട്ടുപൂച്ചയായിട്ട് കാട്ടീന്ന് എടുത്തോണ്ട് ഒന്ന് വളർത്തുന്ന നാട്ടിലെ ആൾ അങ്ങനെ ആയിട്ടുണ്ടല്ലോ. കാട്ടുപൂച്ചാണ് മെയിൻ റോൾ അതിന്റെ അകത്ത്. കാട്ടുപൂച്ച പറഞ്ഞ കഥ അതാണ് തീം പറയാം. തീം എന്താന്ന് പറയാം. നീ ഏതാടാ വാണമേ? നീ വാശിപ്പോ നമ്മൾ സംസാരിച്ചോളാം. ഇപ്പൊ ഓനെ കാണാൻ വിട്ടല്ല. എനിക്കിങ്ങനെ നാവിങ്ങനെ ചൊറിഞ്ഞു വരും ആ ജന്തുവിനെ കാണുമ്പോ. അവരെ വലുതായിട്ട് വെറുപ്പിക്കരുത് കേട്ടാ. വെളിയിൽ ദുഃഖിക്കേണ്ടി വരുവേ. ഓനെ ഞാൻ അങ്ങ് വെറുപ്പിച്ച് കൊല്ലാതെ തന്നെ തീരുമാനിച്ചു ഞാൻ. ആണല്ലേ? അപ്പൊ സിനിമാറ്റിക്സിൽ വരാനും പേസ് ഞാനൊരു കാര്യം പറഞ്ഞു ഓനെ ചെയ്തു തരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ പിന്നെ ഓനെ തുപ്പിയാട്ടവനാണ്. ഓക്കെ, ഈ കാട്ടുപൂച്ച നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വൈൽഡ് പൂസിയാവാ? അത് ആയി വരും. അത് വരില്ല. വൈൽഡ് കാട്ടുപൂച്ച. അങ്ങനെ അതെ കാട്ടുപൂച്ച തന്നെ. വാ, അതെല്ലാം നമുക്ക് തീരുമാനിക്കാം. വാ.